ഏറ്റവും നിങ്ങളിൽ ഭയപ്പെടുന്നത് ഞാനാണ്. ഫഇന്നി അഖൂമു വഅർഖുദു, ഞാൻ രാത്രി നിസ്കരിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, സുന്നത്ത് നോമ്പെടുക്കുന്നുണ്ട്, സുന്നത്ത് നോമ്പ് ഇല്ലാത്ത ദിവസമുണ്ട്. വഇന്നി അൻകിഹുൻ നിസാ, എനിക്ക് എന്റെ ഭാര്യമാരോടൊപ്പം ജീവിതവുമുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്ത് സ്വീകരിക്കാത്തവർ എന്നിൽപ്പെട്ടവനാ. ഒരു സാധാരണക്കാരന്റെ ഒരു ജീവിതത്തിലേക്കുള്ള മാതൃക ഈ ഹദീസിൽ കാണാം. അതേ നബി തങ്ങൾ നിന്ന് നിസ്കരിച്ച് കാലിൽ നീര് വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, പൊന്നാര നബിയെ ലിമ തഫഅലു ഹാകദാ, എന്തിനാണ് ഹബീബായ നബിയെ നിങ്ങൾ ഇങ്ങനെ കാലിൽ നീര് വന്ന് വീർക്കുന്നവരെ എന്തിന് നിസ്കരിക്കണം? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. ഗഫറ ബിമഅന സതറ, നബിയെ അങ്ങയുടെ പാപങ്ങൾക്കിടയിൽ അല്ലാഹു മറവച്ചിട്ടില്ലേ? അങ്ങ് മഅസൂമായ നബിയല്ലയോ നബിയെ, അങ്ങ് എന്തിനാ ഇങ്ങനെ നിസ്കരിക്കേണ്ട വല്ല കാര്യമുണ്ടോ റസൂലേ? എന്തിനിങ്ങനെ ക്ഷീണിക്കണം? അപ്പൊ നബി തങ്ങൾ കാന യുസല്ലി, അവിടുന്ന് നിസ്കരിക്കുകയും കാലിൽ നീര് വന്ന് വീർക്കുമായിരുന്നു. ഇതും നബി തങ്ങളുടെ മാതൃക തന്നെയാണ്. ഓരോരുത്തർക്കും പിടിച്ചെടുക്കാൻ കഴിയും. ഒന്നേ ഉള്ളൂ, മറ്റേതില്ല എന്ന് പറയാൻ കഴിയില്ല. ഹബീബായ തങ്ങളുടെ ജീവിതത്തിന്റെ തർബിയത്തിന്റെയും തസ്കിയത്തിന്റെയും നബി തങ്ങളുടെ രീതികൾ, ബൈഅത്തിന്റെ രീതികൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. കാരണം തസൗഫിന്റെ ആ ഒരു മാർഗത്തിലേക്ക് കടക്കുമ്പോ തസൗഫിന്റെ ആലിമീങ്ങൾ തർബിയത്തിന്റെയും തസ്കിയത്തിന്റെയും ആളുകളാണ്. കാരണം അവരുടെ ജീവിത രീതി സുഹ്ദാൻ, ഖൗഫുൻ മിനല്ലാഹ് വറജാഹ്, അല്ലാഹുവിലുള്ള പ്രതീക്ഷയും അല്ലാഹുവിലുള്ള പേടിയുമാണ്. വസ്സിദ്ഖു വൽ അമാന, സത്യസന്ധതയാണ്, അമാനത്താൻ. വൽ ഇൽമു ബിഫറായിദിൽ ഉമൂരി വസുനനി, ഇസ്ലാമിന്റെ സുന്നത്തുകളും ഫർളുകളും അഹ്കാമുകളും അറിയുന്ന ഇൽമിന്റെ വഴിയിലൂടെ പരിത്യാഗികളായി ജീവിച്ച് സത്യസന്ധന്മാരായി ജീവിച്ച് ആളുകൾക്ക് തർബിയത്ത് കൊടുക്കുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. തസൗഫ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. യുക്തിവാദികൾ വരെ ചർച്ച ചെയ്യും തസൗഫിനെ കുറിച്ച്. സൂഫിസം അല്ലെങ്കിൽ തസൗഫിനെ സംബന്ധിച്ചൊക്കെ അവര് വളരെ മോശമായ രീതിയിലെ വെസ്റ്റേൺസ് മനസ്സിലാക്കുക. മിസ്റ്റിക് സൂഫി എന്നൊക്കെ പറയും. അതല്ല സംഭവം. ഇത് അള്ളാഹുലേക്കുള്ള ഇഹ്സാനിന്റെ മാർഗമാണ്. അള്ളാഹുലേക്ക് അടുക്കാനും ഖൽബിന് നൂറും വെളിച്ചവും കിട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ തലമുറകളായി നബി തങ്ങളിൽ നിന്ന് വെളിച്ചം കൈമാറി കിട്ടിയ സ്വഹാബിമാർ, അവരിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച താബിഈങ്ങൾ, അങ്ങനെ വഴികളിലൂടെ തലമുറകളിലായി ഇജാസത്ത് വഴിക്ക് ലഭിക്കുന്ന ഒരു രീതിയാണ് തസൗഫിന്റെ രീതി. അതിനൊക്കെയുള്ള തെളിവുകൾ നമ്മുടെ ആലിമീങ്ങൾ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമയം വളരെ പരിമിതമാണതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അത്യാവശ്യ വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യാനാണ് നമ്മൾ ഈ സദസ്സ് ഉപയോഗിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഇമാമുന ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീർ എന്ന വളരെ പ്രത്യേകമായ ലോക പ്രശസ്തമായ മഹാനായ ഫഖറുദ്ദീൻ റാസി തങ്ങളുടെ കിതാബ് ഉമ്മഹാത്തു തഫാസീറിൽ എന്നപ്പെടുന്ന തഫ്സീർ, മഹാനവറുകൾ സൂറത്തുൽ ഫാത്തിഹ വിശദീകരിക്കുന്ന ഭാഗം. അവിടെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന ഭാഗം വന്നപ്പോ മഹാനവറുകൾ അവിടെ തഫ്സീറുൽ കബീറിൽ പറയുന്നത് കാണാം. അൽ ബാബുൽ സാലിസ് ഫിൽ അസ്റാറിൽ അഖ്ലിയ്യത്തിൽ മുസ്തംബതത്തി മിൻ ഹാദിഹി സൂറ, സൂറത്തുൽ ഫാത്തിഹയിലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ബുദ്ധി കൊണ്ട് ചിന്തിച്ചെത്താൻ കഴിയുന്ന ചില സിറുകൾ, ചില രഹസ്യഭാഗങ്ങളുണ്ട്. ഫീഹി മസായിൽ, ഒരുപാട് മസ്അലകളുണ്ട് അതിൽ. അൽ ലതീഫത്തു സാനിയ, അതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട മനോഹരമായ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞ് മഹാനവറുകൾ പറയുന്നു, ലമ്മാ ഖാല ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നീ നേരായ വഴിയിലേക്ക് നടത്തിത്തരയണമേ. ഒരു ദിവസം 17 ഫാത്തിഹ നിർബന്ധമായി ഓതുന്നവരാണ് മുസ്ലിമീങ്ങൾ. 17 ഫാത്തിഹ അല്ലെ, 17 റക്അത്തുകളിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് സന്മാർഗം തരയണമേ. അത് അല്ലാഹു മാത്രം പറഞ്ഞു നിർത്തിയില്ല എന്നാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾക്ക് സന്മാർഗം തരണേ എന്നല്ല പറഞ്ഞത്. അത് മാത്രമല്ല, ثم لم يقتصر عليه بل قال صراط الذين أنعمت عليهم, സന്മാർഗം തരയണമേ എന്ന് മാത്രം പറഞ്ഞു നിർത്താതെ, അല്ലാഹുവേ നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ മാർഗമുണ്ടല്ലോ, ആ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണമേ എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ താല്പര്യം ഹാദാ യദുല്ലു, ഇത് മനസ്സിലാക്കി തരുന്നത് അലാ അന്നൽ മുരീദ ലാ സബീല ലഹ്, ആ മുരീദിന് തസ്കിയത്തിലേക്കും തർബിയത്തിലേക്കും വഴിയുള്ളത് ഒരു മുർഷിദിന്റെ, അള്ളാഹുലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു മുറബ്ബിയായ മനുഷ്യന്റെ, ഷെയ്ഖിന്റെ കയ്യാലയാണ് ഒരു മനുഷ്യന് അള്ളാഹുലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അള്ളാഹുവിന്റെ സന്മാർഗമുണ്ട്, അത് വ്യക്തമാണ്. ആ സന്മാർഗത്തിലേക്ക് നയിക്കണമേ എന്ന് മാത്രം പറഞ്ഞു നിർത്താതെ, നിന്റെ നിഅമത്ത് കിട്ടിയ ആളുകളുണ്ടല്ലോ റബ്ബേ, അവരുടെ മാർഗമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞതിന്റെ താല്പര്യം തർബിയത്തിന്റെ അഖിലുകാരുടെ കൈപിടിച്ച് വിജയത്തിലേക്ക് പോകാൻ അല്ലാഹു സൂചിപ്പിക്കുകയാണെന്ന് മഹാനായ ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീറിൽ പറയാം. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി
ഫഖീഹുൽ മുഹദ്ദിസ് ശിഹാബുദ്ദീൻ ഇബ്നു ഹജർ അൽ ഹൈതമി അൽ മക്കി, ലോക പ്രശസ്തനായ ശാഫിഈ മദ്ഹബിന്റെ ഇമാമുകളിൽ വളരെ പ്രഗൽഭനായും മഹാനായ ശിഹാബുദ്ദീൻ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഫതാവൽ ഹദീസിയയിൽ വൽ ഹാസിൽ അന്ന അൽ ഔലാ ബിസ്സാലികി ഖബ്ല അൽ വസൂൽ ഇലാ ഹാദിഹിൽ മആരിഫ് أن يكون مجيما لما يأمره به أستاذه الجامع لطرفي الشريعة والحقيقة. ശരീഅത്തിന്റെയും ഹഖീഖത്തിന്റെയും വഴികളിലേക്ക് തന്റെ ഗുരുനാഥനും മുറബ്ബിയുമായ ഉസ്താദ് എന്താണോ തന്നെ നിർദ്ദേശിക്കുന്നത് അത് വളരെ പരിപൂർണമായി മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടേ ഒരു മുരീദിന് നന്മയുടെ മാർഗത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ആര് പറയുന്നു? അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ. ഫഇന്നഹു ഹുവ ത്വബീബുൽ അഅലം, ഒരു ശൈഖാണ്, മുറബ്ബിയാണ്, ഏറ്റവും വലിയ ഡോക്ടർ. فبمقتضى معارفه الذوقية وحكمه الربانية يعطي كل بدن ونفس ما يراه هو اللائق بشفائها والمصلح لغذائها. ഓരോ രോഗിയുടെയും രോഗത്തിനനുസൃതമായ മരുന്ന് നിർദ്ദേശിക്കുന്ന പോലെ തന്റെ ശിഷ്യഗണങ്ങളിൽ ഓരോരുത്തരുടെയും തർബീയത്തിന് ആവശ്യമായ ഏതെല്ലാം നിർദ്ദേശങ്ങൾ വേണമെന്ന് അറിയുകയും മനസ്സിലാക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു ഗുരുവാണ്, ഡോക്ടറാണ് സത്യത്തിൽ മുറബ്ബിയായ ഒരു ശൈഖ് എന്ന മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ. ആ ഒരു മാർഗത്തിലേക്ക് എത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് വഴികൾ എളുപ്പമാക്കി തരട്ടെ. ഇനിയും അത് ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ ദുആ ചെയ്യേണ്ടത് അല്ലാഹുമ്മ ദുല്ലനി അലാ മൻ യദുല്ലുനി അലൈക്. പാതിരാത്രിയിൽ തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേൽക്കുന്ന സമയത്താണെങ്കിൽ വളരെ നന്നായി അല്ലാഹുവിനോട് ദുആ ചെയ്യുക, റബ്ബേ അല്ലാഹുമ്മ ദുല്ലനി അലാ മൻ യദുല്ലുനി അലൈക്, നിന്നിലേക്ക് എന്നെ അടുപ്പിച്ചു തരുന്ന, കൊണ്ടുതരുന്ന ഈ ലോകത്തിന്റെ സർവമാന പരിമള, ഈ ലോകത്തിന്റെ വഞ്ചനയിൽ നിന്ന്, ഖുറൂറിൽ നിന്ന്, ഐഹികമായ വിഷയങ്ങളിൽ നിന്ന് എന്റെ മനസ്സിനെ ഈമാനിന്റെയും റൂഹാനിയത്തിന്റെയും ആത്മീയതയുടെയും വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ശൈഖ് ഉണ്ടാകും. നമുക്കറിയില്ല, ചിലപ്പോ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടെന്നാണ് ഇതിന്റെ പ്രബലമായ അഭിപ്രായം. ലോകത്തതും അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഫഹുവ മഹ്റൂം, അത് പറയുന്ന ആളുകൾ അള്ളാഹുവിന്റെ നിഅമത്തിൽ നിന്ന് അറ്റുപോയവരാണെന്ന് ഉലമാ പറയും. അങ്ങനെയല്ല, ചിലരുണ്ടാകും, നമ്മുടെ നാട്ടിൽ കാണും, നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയില്ല, തൊട്ടടുത്ത നാട്ടിൽ കാണും. എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടെന്ന് തന്നെയാണ്. പക്ഷേ മുൻഗാമികളായ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹ്, മഹാനവറുകളുടെയൊക്കെ ആ ഒരു തർബിയത്തിന്റെ രീതിയിലേക്ക് ഒരു പക്ഷേ നമുക്ക് എത്താൻ അത്രത്തോളം കണിശതയുള്ള വലിയ വലിയ ആലിമീങ്ങളെ, മുറബ്ബിമാരെ ചിലപ്പോ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കും. എന്നാലും മുറബ്ബികളായ ആളുകൾ ലോകത്തുണ്ട്. മഹാനായ ഷെയ്ഖ് അൽ മർഹൂം അബുൽ ഹസൻ അലി അൽ ഹസനി അൻ നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകളുടെ കിതാബുണ്ട് റിജാലുൽ ഫിക്രി വദ്ദഅവതി ഫിൽ ഇസ്ലാം. ഇത് അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന കുറെ ആളുകൾ എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. മഹാനായ മുറബ്ബിയായിരുന്ന മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹ്, ആ മഹാനവറുകളെയൊക്കെ വളരെ മോശപ്പെടുത്തി സംസാരിക്കുകയും ഈ പറയുന്ന റിജാലുൽ ഫിക്രി വദ്ദഅവ എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ നദ്വി സാഹിബ് പറയാൻ പോകുന്ന വിഷയം ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. ശംസുൽ ഉലമ അവറുകൾ മഹാനവറുകളുടെ കൂടെ ഇരുന്നു എന്നതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട സമസ്തയെ പിളർത്തിയത്, അല്ലെ? സങ്കടകരമായ വിഷയമാണ്. ഒരു വഹാബിയുടെ കൂടെ ശംസുൽ ഉലമ ഇരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഭാരത മുസ്ലിമീങ്ങളുടെ ഒരു പൊതുവിഷയത്തിൽ പേഴ്സണൽ ലോ ബോർഡിന്റെ ചെയർമാനായിരുന്ന മഹാനായ അബുൽ ഹസൻ അലി നദ്വി സാഹിബിന്റെ കൂടെ കോഴിക്കോട് സ്റ്റേജ് പങ്കിട്ടു. ആരുടെ? കാഫിറിന്റെ കൂടെ അല്ല, മനസ്സിലാക്കണം. ആ മഹാൻ വഹാബിയാണ് അല്ലെങ്കിൽ പുത്തനാശയക്കാരനാണ് എന്ന് പറഞ്ഞ് അഹ്ലുസുന്നയുടെ ആശയങ്ങളൊന്നും ശംസുൽ ഉലമയുടെ കൂടെയില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ പിളർത്തിയത് എന്ന് മനസ്സിലാക്കിയ നദ്വി സാഹിബിന്റെ അഭിപ്രായങ്ങൾ എന്താണ്? നദ്വി സാഹിബിന്റെ ഗ്രന്ഥം ലോക പ്രശസ്തമായ ഗ്രന്ഥമാണ് റിജാലുദ് ദഅവ. അറബികൾ പോലും ഇപ്പോഴും ആസ്വദിച്ചു ഓതുന്ന കിതാബാണത്. റിജാലുൽ ഫിക്രി വദ്ദഅവ ഫിൽ ഇസ്ലാം. മഹാനായ അബുൽ ഹസൻ നദ്വി സാഹിബ് പറയാം, അന്ന ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി, മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളവറുകൾ ഫതഹ ബാബൽ ബൈഅത്തി വത്തൗബ അലാ മിസ്റാഇ, തൗബയുടെയും അതുപോലെ തന്നെ ബൈഅത്തിന്റെയും ബാബ്, അതിന്റെ കവാടം, അതിന്റെ രണ്ട് പൊളികളും തുറന്നു വെച്ചു കൊടുത്ത മഹാനാണ്. ആര്? മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹ്. യദ്ഖുലു ഫീഹിൽ മുസ്ലിമൂന മിൻ കുല്ലി നാഹിയ മിൻ നവാഹിൽ ആലമിൽ ഇസ്ലാമി, ഇസ്ലാമിക ലോകത്തുനിന്ന് മുസ്ലിമീങ്ങളെല്ലാം രാജ്യങ്ങൾക്കതീതമായി, പ്രദേശങ്ങൾക്കതീതമായി മഹാനായ അൽ ആലിമുർ റബ്ബാനി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ആ തുറന്നു വെച്ച ബൈഅത്തിന്റെയും തർബിയത്തിന്റെയും വാതിലിലൂടെ ലോക മുസ്ലിമീങ്ങളാണ് കടന്നു ചെന്നത്. മിൻ കുല്ലിന യുജദ്ദിദൂനൽ അഹ്ദ വൽ മീസാഖ മഅല്ലാഹ്,
അള്ളാഹുമായുള്ള മുഅ്മിനീങ്ങളുടെ അഹദും മീസാഖും, റബ്ബുമായുള്ള കരാറുണ്ട്, അള്ളാഹുമായുള്ള ഉടമ്പടിയുണ്ട്. അതിനെ തജ്ദീദ് ചെയ്യാൻ, അത് പുതുക്കാൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ വാതിലിലൂടെ ആയിരങ്ങളാണ് കടന്നു ചെന്നത് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളിലേക്ക്. യുആഹിദൂന അലാ അല്ലാ യുശ്രികു വലാ യക്ഫുറു, ശിർക്ക് ചെയ്യുകയില്ലെന്നും കുഫറിലേക്ക് പോവുകയില്ലെന്നും, വലാ യഫ്സുഖു, ഫിസ്ഖിലേക്ക് പോവുകയില്ലെന്നും, വലാ യബ്തദിഉ, മുബ്തദിഉകളാവുകയില്ലെന്നും, വലാ യദ്ലിമു, അക്രമം ചെയ്യുകയില്ലെന്നും, വലാ യസ്തഹില്ലു മാ ഹറമല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയത് ഒരിക്കലും ഹലാലാണെന്ന് പറയുകയില്ലെന്നും, വലാ യത്റുകു മാ ഫറദല്ലാഹ്, അല്ലാഹു നിർബന്ധമാക്കിയത് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്നും, വലാ യതഫാനു ഫിദ്ദുനിയ, ഈ ലോകത്തിന്റെ ആർഭാടങ്ങൾക്ക് പിന്നാലെ പോവുകയില്ലെന്നും, വലാ യതനാസവുൽ ആഖിറഹ്, ആഖിറത്തിന്റെ വിഷയം മറക്കുകയില്ലെന്നും മഹാനവറുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യാൻ ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളാണ് കടന്നു വന്നത്. വഖദ് ദഖല ഫീ ഹാദൽ ബാബ്, ആ കവാടം മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ശൈഖ് അവറുകൾ തുറന്നു വെച്ചപ്പോ അതിലൂടെ കടന്നു ചെന്നു ഖൽഖുൻ ലാ യുഹ്സീഹിം ഇല്ലല്ലാഹ്, എത്ര ആളുകളാണ് മഹാനവറുകളെ കൊണ്ട് ബൈഅത്ത് ചെയ്തത് എന്നതിന്റെ കണക്ക് അല്ലാഹുക്കല്ലാതെ അറിയില്ല. ആര് പറയാ? ഈ മഹാനായ അബുൽ ഹസൻ അലി അൽ ഹസനി അന്നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകൾ ത്വരീഖത്തുള്ള ആളാണ്. ത്വരീഖത്തിനെ അംഗീകരിക്കുകയും അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ലോകത്തിന് ചെയ്ത സേവനം പറഞ്ഞു കൊടുക്കാൻ. ഖൽഖുൻ ലാ യുഹ്സീഹിം ഇല്ലല്ലാഹ് വസലുഹത് അഹ്വാലുഹും, അവരൊക്കെ നന്നാവുകയാണ് ഉണ്ടായത്, തർബിയത്ത് കിട്ടിയിട്ട്. വഹസുന ഇസ്ലാമുഹും, അവരുടെ ഇസ്ലാം നന്നായി. വദല്ല ശൈഖ് യുറബ്ബീഹിം വയുഹാസിബുഹും, മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത ആയിരക്കണക്കിന് ആളുകളെ യുറബ്ബീഹിം, തർബിയത്ത് ചെയ്യുകയും, വയുഹാസിബുഹും, അവരെ ഓരോരുത്തരെയും കണിശമായി വിചാരണ ചെയ്ത് നന്മയിലേക്ക് കൊണ്ടുവരികയും, വയുശ്രിഫു അലൈഹിം, അവരുടെ കാര്യം നോക്കുകയും, വഅലാ തഖദ്ദുമിഹിം, അവരുടെ പുരോഗതിയെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഫഅസ്ബഹ ഹഉലാഇ തലാമീദ്, ഈ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് എന്ത് സംഭവിച്ചു? അവരായി അത്തലാമീദ് റൂഹിയ്യൂൻ, അവർ ആത്മീയ ജ്ഞാനം ലഭിച്ച പണ്ഡിതന്മാരായി മാറി. യശ്ഉറൂന ബിൽ മസ്ഊലിയ്യ ബഅദൽ ബൈഅത്തി വത്തൗബ വതജ്ദീദിൽ ഈമാൻ, ഈമാൻ പുതുക്കുകയും തൗബ ചെയ്യുകയും ബൈഅത്ത് ചെയ്തതിന്റെയും ശേഷം ഇതൊരു വലിയ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി ആത്മീയ ഗുരുക്കന്മാരായി മാറിയവരാണ് ഈ എണ്ണെ തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര മുസ്ലിമീങ്ങൾ. അവർക്കൊക്കെ ഈ തർബിയത്ത് കിട്ടിയത്, ബൈഅത്ത് ചെയ്തത് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇത് പറഞ്ഞ മഹാനയാണ്, വഹാബിയുടെ കൂടെയാണ്, വഹാബിയാണ് അല്ലെങ്കിൽ പുത്തനാശയക്കാരനാണെന്ന് അബുൽ ഹസൻ അൽ ഹസനി അന്നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി ജാമിഉൻ നദ്വയിൽ വെള്ളിയാഴ്ച ദിവസം അൽ കഹ്ഫ് ഓതിക്കൊണ്ടിരിക്കെ റമളാനിന്റെ ദിവസം നോമ്പനുഷ്ഠിച്ചിട്ട് ഖിറാഅത്ത് ഖുർആൻ അൽ കഹ്ഫ് ഓതുന്നതിനിടയിൽ ജുമുഅക്ക് തൊട്ടുമ്പ് വഫാത്തായ മഹാനായ അബുൽ ഹസൻ അലി അൽ ഹസനി, ലഖ്നൗകാരനായിരുന്ന മഹാനായ നദ്വി സാഹിബ് അവറുകൾ, അലീമിയാൻ എന്നൊക്കെ പറയുന്ന ഈ മഹാനുഭാവൻ ഇവരൊന്നും ഒന്നും കാണാത്തതൊന്നും പറയില്ല. അപ്പോ സംഗതി എന്താണ്, അതിന്റെ നിജസ്ഥിതി എന്താണ്, ഇതൊന്നും നോക്കാതെ ആരോപണങ്ങൾ അഴിച്ചുവിടുകയും അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ മുഅ്മിനീങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ആളുകൾ, ഒന്ന് മഹാനായ അബുൽ ഹസൻ അലി നദ്വി തങ്ങളുടെ ഖബറിങ്ങ് പോയി എന്ന് മാപ്പ് പറഞ്ഞോളൂ. ഒന്ന്, രണ്ട്, മഹാനായ ശംസുൽ ഉലമയുടെ അരികത്ത് ചെന്ന് മാപ്പ് പറഞ്ഞോളൂ. മൂന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. അത്രയും ഗുരുതരമായ ഒരു വിഷയമാണ് ഈ മഹാനവരെ സംബന്ധിച്ച് ആരോപിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ തങ്ങൾ തർബിയത്ത് ചെയ്തവരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനെ മനസ്സു നോക്കിയവർക്ക് വേണ്ട ശിഫാഇന്റെ മാർഗമെന്തോ അത് നിർദ്ദേശിച്ചു കൊടുത്തവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദൗത്യം ലോക മുസ്ലിമീങ്ങൾ ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലാ തഗ്തറ ബിഖില്ലത്തി സാലികീൻ, ആ തുരീഖത്തിന്റെ മാർഗം സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണല്ലോ എന്ന് വിചാരിച്ച് വഞ്ചിതനാവല്ലേ. വലാ തഗ്തറ ബിഖില്ലത്തി സാലികീൻ, കാരണം അലൈക ബിതുരീഖിൽ ഹഖ്, സത്യത്തിന്റെ മാർഗം സ്വീകരിക്കുക എന്ന ഫളീൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ആധുനികനായ ആലിമാണ്. നമ്മുടെ പുത്തനാശയക്കാരായ ആളുകളൊക്കെ വളരെ ആ അഭിമാനത്തോടുകൂടെ എടുത്തു പറയുന്ന ആലിമാൻ ശിഹാബുദ്ദീൻ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തിന്റെ ശിഷ്യനുണ്ട് അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ. സ്വന്തം ഗുരുനാഥന് പറ്റിയ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ പറ്റിയ പിഴവുകളെ തിരുത്തി കൊടുത്ത ആലിമാൻ ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. ആധുനികനാണ്. എനിക്ക് തോന്നുന്നു ഹിജറ 750കളിൽ വഫാത്തായ 750കൾ. ഉദ്ദേശം
ഒരു 600 മറ്റോ കൊല്ലങ്ങളുടെ പഴക്കം മാത്രമേ ഉള്ളൂ. അത്രയും അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞുപോയ മുതഅഖിരീങ്ങളിൽപ്പെട്ട ആലിമാൻ എന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ആലിം കൂടിയാണ് ഇബ്നുൽ ഖയ്യിം എന്നവർ. ഫഇദാ അറാദൽ അബ്ദു അൻ യഖ്തദിയ ബിറജുലിൻ, മഹാനവറുകൾ പറയുകയാണ്, അവരുടെ കിതാബുണ്ട് അൽ വാബിലുസ് സബി മിനൽ കലിമി ത്വയ്യിബ് എന്ന് പറഞ്ഞ കിതാബ്. ഫഇദാ അറാദൽ അബ്ദു അൻ യഖ്തദിയ ബിറജുലിൻ ഫൽയൻദുർ ഹൽ ഹുവ മിൻ അഹ്ലി ദിക്ർ ഔ മിനൽ ഗാഫിലീൻ. നമ്മുടെ വളണ്ടിയർമാർ നമ്മുടെ പരിപാടിയുടെ വിജയത്തിലേക്ക് നിങ്ങളുടെയൊക്കെ എന്തെങ്കിലും സ്വതക്കകളും നിങ്ങളുടെ തബറുആത്തുകളും സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. നല്ല നിയ്യത്ത് ചെയ്ത് നല്ലൊരു സദസ്സാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ മഹത്തുക്കളുടെ ആരിഫീങ്ങളുടെ ആ ഒരു തണലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപ്രവേശം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല നിയ്യത്ത് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പറ്റുന്ന ഇതൊക്കെ കൊടുത്തോളൂ ഇൻഷാ അല്ലാഹ്. ഇതിനിപ്പോ നമുക്കറിയാലോ, ഒരുപാട് ആളുകളുടെ ചെറുതും വലുതുമായ സഹായങ്ങളെ കൊണ്ടാണ് ഈ പരിപാടി ഇത്രയും വിജയിച്ചു പോകുന്നത്. കൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടറിഞ്ഞ് നല്ല നിയ്യത്ത് ചെയ്തിട്ട് കൊടുക്കുക. അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ. അപ്പോ ഇബ്നുൽ ഖയ്യിം തങ്ങളവറുകൾ ഓതിപ്പടിച്ചത് ഇബ്നു തൈമിയയിൽ നിന്നാണ്. മാഷാ അല്ലാഹ്, അവിടെ തേൻ സജ്ജീകരിച്ചിട്ടുണ്ട്. റുഖിയ ചെയ്തല്ലേ? ഇല്ല, 1500 രൂപ 2000 കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന 1500 കുപ്പിയുണ്ട്. മാഷാ അല്ലാഹ്. 200 രൂപ താങ്കൾ പറഞ്ഞു. 200 രൂപ മതി. 200-ന് 1500 കുപ്പിയോടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മളെല്ലാവരും ഓരോന്നിന് 200 കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ അതൊരു വലിയ ഖൈറായിരിക്കും. അതിൽ റുഖിയ ചെയ്തിട്ടുണ്ട്, മന്ത്രിച്ചൂതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊരു ഷിഫാഇന്റെ സബബാണ്, കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗങ്ങൾക്ക് അല്ലാഹു ഷിഫ നൽകട്ടെ. ആമീൻ. അപ്പോ അത് നമ്മൾ വളണ്ടിയർമാരെ കൊണ്ടുവരുമ്പോ അതും കൂടെ വാങ്ങാനുള്ള 200 ബാക്കി വെച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി ബക്കറ്റിലെ, ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പോ ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറയാണ്, ഞാനിത് ഉദ്ധരിക്കുന്നത് ഇത്തരം ആശയങ്ങളും ചിന്താഗതികളും ഒക്കെ ദീനിൽ വന്ന ദഖീലാണ്. ഇതൊക്കെ ഇസ്ലാമിക ഇപ്പൊ കടന്നു വന്നതാ, ഇല്ലാത്തതാണ്, ബിദ്അത്താണ് എന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കാനും, അവരൊക്കെ ഉദ്ധരിക്കുന്ന ഒരു വലിയ ആലിമിന്റെ ആ ആലിമിന് വലിയൊരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത ശിഷ്യനാണ് ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ. പക്ഷെ അദ്ദേഹം അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമ, അവരെ മാലിക്കി മദ്ഹബാണ്. ഒരുപക്ഷെ ചില അഭിപ്രായങ്ങളൊക്കെ ഷാഫിഈ മദ്ഹബുമായി തട്ടിച്ചു നോക്കുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണും. അവരുടെ മദ്ഹബ് വേറെയാണ്, മാലിക്കി മദ്ഹബുകാരനാണ്, അല്ലെങ്കിൽ ഹംബലി മദ്ഹബുകാരനാണ് ഇബ്നുൽ ഖയ്യിം ജൗസിയ്യ തങ്ങൾ. അതുകൊണ്ട് ചില വ്യത്യാസങ്ങൾ കാണും അഭിപ്രായ വിഷയങ്ങൾ. എന്നാലും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമാണ്. ബിദ്അത്തിനെ എതിർക്കുകയും തളച്ചുകെട്ടുകയും ചെയ്ത ആളാണ്. സ്വന്തം ഗുരുനാഥനെ പോലും തിരുത്തി കൊടുത്ത ആളാണ് ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ. അവര് പറയാൻ ഫഇദാ അറാദൽ അബ്ദു അൻ യഖ്തദിയ ബിറജുലിൻ ഫൽയൻദുർ ഹൽ ഹുവ മിൻ അഹ്ലി ദിക്രി ഔ മിനൽ ഗാഫിലീൻ. ഒരു ശൈഖിനെ സ്വീകരിക്കാൻ വേണ്ടി ചെല്ലുമ്പോ ഒരാൾ ആലോചിക്കേണ്ടത് തന്റെ ശൈഖ് ദിക്റിന്റെയും സ്വലാഹിന്റെയും നന്മയുടെയും ആളാണോ, ആള് സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടമാണോ നോക്കുന്നത്, അതല്ല അള്ളാഹുവിന്റെ ഇഷ്ടമാണോ. ഹലിൽ ഹാകിമു അലൈഹിൽ ഹവാ അവിൽ വഹ്യു എന്ന് നോക്കണം. ഫഇൻ കാനൽ ഹാകിമു അലൈഹി ഹുവൽ ഹവാ, സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടം നോക്കി ഈ ദുന്യാവിലെ സൗകര്യങ്ങൾ സ്വന്തം മുരീദന്മാരിൽ നിന്ന് പൈസ സ്വീകരിച്ച് ആർഭാടത്തിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ശൈഖാണെങ്കിൽ ഫഹുവ മിൻ അഹ്ലിൽ ഗഫ്ല കാന അംറുഹു ഫുർതാ, അത്തരം ആളുകളെ നിങ്ങൾ സ്വീകരിക്കല്ലേ. കാരണം എല്ലാറ്റിലും മായം വന്ന പോലെ ഈ വിഷയത്തിലും മായം വന്ന കാലമാണ്. ശൈഖന്മാരായ ആളുകൾ, ത്വരീഖത്തിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്ന ആളുകളിൽ നന്മയുടെ ആളുകളുണ്ട്, സജ്ജനങ്ങളായ ആളുകളുണ്ട്, അല്ലാത്തവരുമുണ്ട്. ഫയംബഗി ലിർറജുലി അൻ യൻദുറ ഫീ ശൈഖിഹി വഖുദ്വതിഹി വമത്ബൂഇഹി, സ്വന്തം ശൈഖിലും തന്റെ ഖുദ്വയായ മാതൃകയായ തന്റെ ഗുരുനാഥനിൽ നോക്കണം, ഈ നന്മകളുണ്ടോ. ഇങ്ങനെ ദുന്യാവിന് വേണ്ടി ജീവിക്കുന്ന, പൈസക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണെങ്കിൽ ഫൽയബ്ഉദ് അൻഹു, അകന്നു നിൽക്കണം, ചെന്നു പോകരുത്. വഇൻ വജദഹു മിമ്മൻ ഗലബ അലൈഹി ദിക്റുല്ലാഹ്, എപ്പോൾ ചെന്നാലും അല്ലാഹുവിന്റെ ദിക്റിനെ സംബന്ധിച്ചേ പറയൂ. ദിക്റാണ്, അല്ലാഹുവിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്ന ആളാണ്. മൻ തുദക്കിറുക്കും ബില്ലാഹി റുയതുഹു, ചില ആളുകളെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹ് കാണുമ്പോഴേക്കും അല്ലാഹുവിനെ ഓർമ്മ വരും. അതാണ് ഒരു മുറബ്ബിയായ ശൈഖിന്റെ പ്രത്യേകത. അവരുടെ സംസാരം അല്ലാഹുവിനെ കുറിച്ചാണ്. അവിടെ ദിക്റായിരിക്കും നടക്കുക, അവിടെ സ്വലാത്തായിരിക്കും നടക്കുന്നത്, അവിടെ നസീഹത്തായിരിക്കും നടക്കുക, ദുന്യാവിന്റെ വിഷയം പറയൂല. അങ്ങനെയാണ് നിങ്ങളുടെ ശൈഖെങ്കിൽ وإن وجده ممن غلب عليه ذكر الله واتباع السنة وأمره غير مفروط عليه فهو حازم بل هو حازم في أمره فليستمسك بغرزه. ആ ശൈഖിന്റെ കൈപിടിക്കണം, മുറുകെ പിടിക്കണം. അത്തരം ആളുകളുടെ കൈപിടിച്ച് വിജയിക്കാൻ കഴിയൂ എന്ന് ഇബ്നുൽ ഖയ്യിം അവറുകൾ വാബിലുസ് സബിയിൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ
53-ാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട്. അത് ആധുനികനായ ആലിമാണ്. അപ്പോ ഈ ഒരു ദീനിന്റെ ശാഖയെ നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുകയോ ചെയ്ത ഒരു അവസ്ഥയുള്ള കാലമാണത്. ഇബ്നുൽ ഖയ്യിം തങ്ങൾ അവർ പറഞ്ഞ അദ്ദേഹത്തിന്റെ വിശദമായ ഖൗലുണ്ട്. നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവുകയാണ്. ഇമാമുന അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഫിഖ്ഹിന്റെ ആലിമാണ്. ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാഠമുണ്ടായിരുന്ന സ്വാഹിബുൽ മുസ്നദ്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ മുസ്നദ് എന്ന് പറഞ്ഞ ലക്ഷക്കണക്കിന് റിവായത്തുകളിലൂടെ ആയിരക്കണക്കിന് ഹദീസുകൾ നിരത്തി വെച്ച മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ വലിയ ആലിമാണ്, മുത്തഖിയാണ്, തഖിയ്യുൻ വരിഉൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച മഹാനാണ്. എന്നിട്ട് ഫഖീഹായ ആലിമായ മുജ്തഹിദായ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, വഅ്തിറാഫുൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ലഅബി ഹംസത്തുൽ ബഗ്ദാദി ബിൽ ഫദ്ൽ അലൈഹി. ബഹുമാനപ്പെട്ടവർ പറയും, എനിക്ക് കിട്ടിയ തർബിയത്ത്, ഞാൻ നന്നാവാൻ കാരണം ഞാൻ പഠിച്ച ഹദീസുകൾ മാത്രമല്ല, എന്റെ ഷെയ്ഖ് അബൂ ഹംസത്തുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൽ നിന്ന് പകർന്നു കിട്ടിയ നൂറ് കൊണ്ടാണ്, വെളിച്ചം കൊണ്ടാണ് എന്റെ മാർഗം ശരിയായതെന്ന് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാമുന അഹ്മദ് ഇബ്നു സരീജ് റഹ്മഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ ഫഖീഹാൻ, ഇമാമാൻ, വലിയ ആലിമാൻ. ബഹുമാനപ്പെട്ടവർ പറയും, എന്റെ ഇൽമു കൊണ്ടല്ല, എനിക്ക് അല്ലാഹു തആല തർബിയത്ത് തന്നത് ബി അബിൽ ഖാസിമിൽ ജുനൈദ്, മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളിലൂടെയാണ്. ഇമാമുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി റഗ്മ കൗനിഹി ഹുജ്ജത്തൻ ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ തെളിവാണ്, ഇസ്ലാമിന്റെ ഹുജ്ജയാണ് എന്ന് പറഞ്ഞ മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് ശൈഖ് ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റഹ്മഹുല്ലാഹ് സുൽത്താനുൽ ഉലമ എന്നറിയപ്പെട്ട ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി, സുൽത്താനുൽ ഉലമ, ആലിമീങ്ങളുടെ രാജാവ് എന്നറിയപ്പെട്ട മഹാനാണ് ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം. എന്നിട്ട് ആ മഹാനവറുകൾക്ക് മുറബ്ബിയായ ഒരു ശൈഖ് ഉണ്ടായിരുന്നെന്ന് മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും വലിയ അത്ഭുതം ഇമാമുന ഗസാലി തങ്ങളും മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങളും രണ്ടുപേരും മുമ്പ് പറയുമായിരുന്നു, മാ അറഫ്തുൽ ഇസ്ലാമൽ കാമില ഇല്ലാ ബഅദ ഇജ്തിമാഇ അല ശൈഖ് അബുൽ ഹസൻ അശ്ശാദുലി. മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ, ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ അവരാണ്, ഗസാലി ഇമാമല്ല. ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ പറയുന്നു, മാ അറഫ്തുൽ ഇസ്ലാമൽ കാമിൽ, പരിപൂർണമായ ഇസ്ലാം എനിക്ക് മനസ്സിലായത് ഇല്ലാ ബഅദ ഇജ്തിമാഇ അല ശൈഖ് അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു വഅർളാഹ്. മഹാനായ ശൈഖ്, മഹാനായ അബുൽ ഹസൻ അശ്ശാദുലി റഹ്മത്തുള്ളാഹി അലൈഹിയെ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യനായി ഞാൻ കൂടിയതിന്റെ ശേഷമാണ് ഇസ്ലാം പരിപൂർണമായി എനിക്ക് മനസ്സിലായതെന്ന് ആര്? സുൽത്താനുൽ ഉലമ. ഇന്ന് പേരുന്ന പോലെയല്ല ആ പേരുകൾ. വലിയ വലിയ ആലിമീങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സുൽത്താനുൽ ഉലമ, ആലിമീങ്ങളുടെ രാജാവെന്ന നാമകരണം ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ കിട്ടണമെങ്കിൽ മഹാനവറുടെ ഫിഖ്ഹിലും തഫ്സീറിലും ഹദീസിലും ഉലൂമുദ്ദീനിലുമുള്ള ബഹുമാനപ്പെട്ടവരുടെ അവഗാഹം അത് ആഴത്തിലറിയുന്ന ആലിമീങ്ങൾ ഇട്ട പേരാണ് സുൽത്താനുൽ ഉലമ. ആ മഹാനവറുകൾ ഫിഖ്ഹിന്റെ മാർഗത്തിൽ കഴിഞ്ഞ ആളാണ്. എന്നിട്ട് മഹാനവർ പറയാണ്, എനിക്ക് അല്ലാഹു തആല ഇസ്ലാം മനസ്സിലാക്കി തന്നത് ത്വരീഖത്തിന്റെ ആളായിരുന്ന, ശൈഖായിരുന്ന, മുറബ്ബിയായിരുന്ന മഹാനായ അബുൽ ഹസൻ അശ്ശാദുലി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കൂടെ കൂടിയപ്പോഴാണ് എനിക്ക് ഇസ്ലാം പരിപൂർണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ പറയുകയാണ്. അത് മാത്രമല്ല, കാന ഹാദാനി ശൈഖാൻ വഖദ് ഇഹ്താജാ ഇല ശൈഖ് മഅ സഅതി ഇൽമിഹിമാ ബിശരീഅ. ശരീഅത്തിന്റെ ഇൽമ്, ഫിഖ്ഹിന്റെ ഇൽമ്, ഇൽമുൽ ഫറായിദ്, ഇൽമുൽ ഫുറൂദ് വസ്സുനൻ, ഇതൊക്കെ മനസ്സിലാക്കിയ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാരായിട്ടുകൂടി മുറബ്ബിയായ ഒരു ശൈഖ് ഇല്ലാത്തവർക്ക് ദീനിന്റെ കാര്യങ്ങളിൽ പൂർണ്ണമായി ഇടപെടാൻ കഴിഞ്ഞില്ല എന്നവരെ സമ്മതിക്കുന്നത് സാധാരണക്കാരായ ആളുകൾ മഹത്തുക്കളുടെ കൈപിടിച്ച് രക്ഷപ്പെടേണ്ടവരാണ്. ഒരു മുറബ്ബിയായ ഒരു ഡോക്ടർ തനിക്ക് ആവശ്യമുള്ള പോലെ ഈ വിഷയത്തിൽ സാധാരണക്കാർക്കും ആവശ്യമല്ലയോ? വലിയ വലിയ ആലിമീങ്ങൾക്ക് ഇത് ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയാം. ഷെയ്ഖ് അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹ് മഹാനവറുകൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാലിക്കി മദ്ഹബുകാരനാണ്. ബഹുമാനപ്പെട്ടവർ മുസ്ലിഹുൽ ഉലമാഇ വൽ ഔലിയ, ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിന്റെ ഔലിയാഇനും അതുപോലെ തന്നെ ഫുഖഹാഇനും തിരുത്തി കൊടുക്കുന്ന ആളാണ്. കാരണം അഹ്മദ് സറൂഖ് തങ്ങൾ അവറുകൾ എടുത്ത കാലങ്ങളിൽ കഴിഞ്ഞു പോയ മഹാനാണ് അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനോട് പ്രത്യേകത, ഇൽമിന്റെ അഹ്ലുകാരിൽ ഫിഖ്ഹ് തിരുത്തി കൊടുക്കാൻ പറ്റുന്നവരുണ്ടാവും, പക്ഷേ തസൗഫിന്റെ അഹ്ലുകാരിൽ തസൗഫ് തിരുത്തി കൊടുക്കാൻ പറ്റുന്നവരുണ്ടാവും. തസവുഫും ഫിഖ്ഹും ഒരേപോലെ തിരുത്തി കൊടുക്കാൻ കഴിഞ്ഞ മഹാനാണ് അവരുടെയൊക്കെ ശൈഖായിരുന്നു
മഹാനായ അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ അവരുടെ ഖവാഇദിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, അഖ്ദുൽ ഇൽമി വൽ അമൽ അനിൽ മശായിഖി അഥം മിൻ അഖ്ദിഹി ദൂനഹും. ഫഖീഹാണ് അഹ്മദ് സറൂഖ് എന്നവര്, മുതസവ്വിഫാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ ഇഹ്സാനിന്റെ ഇൽമിന്റെ ആളാണ്. മഹാനവറുകൾ പറയാണ്, അഖ്ദുൽ ഇൽമി വൽ അമൽ അനിൽ മശായിഖ്, മശായിഖന്മാരിൽ നിന്ന് അമലെടുക്കുക, അവര് ചൊല്ലിത്തരാൻ പറയുന്ന ചൊല്ലുക, അതിനൊക്കെ അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്കൊക്കെ ഉള്ള മറുപടി ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചയിൽ വഴിയെ വരുന്നുണ്ട്. അഖ്ദുൽ ഇൽമി വൽ അമൽ, അമലും ഇൽമും അനിൽ മശായിഖ്, മശായിഖന്മാരായ ആളുകളിൽ നിന്ന് എടുക്കലാണ്. അഥമ്മു മിൻ അഖ്ദിഹി ദൂനഹും, അവരല്ലാത്തവരിൽ നിന്ന് എടുക്കാതെ, ഞാൻ പഠിച്ചത് ഞാൻ ജീവിച്ചോളാം, എനിക്കൊരു മുറബ്ബിയായ ഷെയ്ഖിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ഞാൻ തന്നെ എമ്പാടും പഠിച്ച ആളല്ലേ എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഷെയ്ഖ് അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഷെയ്ഖുകളുടെ ആ പരമ്പരയിൽ മഹാനായ അബുൽ ഹസൻ ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി വരുന്നുണ്ട്. മഹാനായ അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷെയ്ഖിൽപ്പെട്ട ആളാണ് മഹാനായ ഇമാമുന ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി. അവര് പറയാണ്, മശായിഖന്മാരിൽ നിന്ന് ഇൽമും അമലും പഠിച്ചെടുക്കണം. ബൽ ഹുവ ആയാതും ബയ്യിനാത്ത്, ബൽ ഹുവ ആയാതും ബയ്യിനാതും ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം. സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, തെളിവ് പറയാൻ, ബൽ ഹുവ ആയാതും ബയ്യിനാത്ത്, അല്ലാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ്. ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽമ, ഇൽമ നൽകപ്പെട്ട ആളുകളുടെ ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന ദൃഷ്ടാന്തങ്ങൾ. ശുദ്ധമായ ഖുർആൻ മനസ്സിലാക്കി എടുക്കേണ്ടത് ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽമ, ഇൽമ നൽകപ്പെട്ട വെളിച്ചം നൽകപ്പെട്ട ആളുകളുടെ ഹൃദയത്തിൽ കിടക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹുവിന്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ. അതുമാത്രമല്ല, സൂറത്തുൽ ലുഖ്മാനിൽ വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ, വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയ, എന്നെ കാണാൻ കൊതിയുള്ള, എന്റെ റസൂലിനെ കാണാൻ കൊതിയുള്ള, എന്നെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്ന, എന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകളുടെ മാർഗം നിങ്ങൾ പിൻപറ്റണമേ. വത്തബിഅ, പിൻപറ്റണം, സബീല മൻ അനാബ ഇലയ്യ, എന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വന്നവർ, എന്നിലേക്ക് വഴി നടത്തിയവർ, അവരുടെ കൈപിടിക്കണം എന്ന് ശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നുവല്ലോ. ഇത് ഞാൻ മനസ്സിലാക്കുന്ന അർത്ഥമല്ല. ആര്? ഷെയ്ഖ് അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അവര് ഫഖീഹാൻ, ഫിഖഹിന്റെ ആലിമാൻ, ശരീഅത്തിന്റെ ആലിമാൻ, തസവുഫിന്റെ ആലിമുമാൻ. എന്നിട്ട് പറയുന്നു, ഫലസിംതുൽ മശീഖ, ഞാൻ അതുകൊണ്ടാണ് മശായിഖന്മാരുടെ കൂടെ കൂടാൻ തീരുമാനിച്ചത്. സിയമാ വസ്സുഹാബത്തു അഖദൂ അൻഹു അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ അവര് ഖുർആൻ ഇറങ്ങിയല്ലോ എന്ന് പറഞ്ഞ് ഒറ്റക്ക് ഖുർആൻ എടുത്ത് പഠിച്ചവരല്ലല്ലോ. അഖദൂ അൻഹു, അല്ലാഹുവിന്റെ റസൂലിൽ നിന്നല്ലേ അവർ പഠിച്ചെടുത്തത്. അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്നല്ലേ അവർ ഇൽമു പഠിച്ചത്. നിബിതങ്ങളാണെങ്കിലോ വഖദ് അഖദ ഹുവ അൻ ജിബ്രീൽ, നിബിതങ്ങളുടെ ശൈഖാണല്ലോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലമഹു ശദീദുൽ ഖുവാ, നിബിതങ്ങൾക്കൊരു മുഅല്ലിമുണ്ട്, അത് ജിബ്രീൽ അലൈഹിസ്സലാം. സ്വഹാബത്തിന്റെ മുഅല്ലിമും മുറബ്ബിയുമാണ് ആര്? റസൂലുള്ളാഹി